ചട്ടിക്കൊണ്ടുള്ള കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കണം. ഫോൺ വിളിച്ചോളല്ലോ. അതുപോലെ അത്യാവശ്യമായിട്ട് പോയതാണ്. അത് അവിടെ ഒരു നടപടി ചട്ടിക്കൊണ്ടുള്ള കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കണം. ഫോൺ വിളിച്ചോളല്ലോ. അതുപോലെ അത്യാവശ്യമായിട്ട് പോയതാണ്. അത് അവിടെ ഒരു നടപടി പഞ്ചായത്ത് അംഗത്തിന്റെ തിരോധാനം, പിന്നീട് അവർ തിരിച്ചെത്തുന്നു. ഇങ്ങനെ നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത്. UDF അംഗങ്ങൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് പഞ്ചായത്ത് അംഗം വസന്ത ആരോപിച്ചത്. ഉച്ചയ്ക്ക് മുൻപ് വസന്ത പിന്നീട് തിരിച്ചെത്തുന്നു. ഇന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു സംഭവം. വോട്ട് ചെയ്യാൻ തയ്യാറല്ലെന്ന് വസന്ത അറിയിച്ചതിനെ തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ്. ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഞ്ചായത്ത് അംഗത്തെ തട്ടിക്കൊണ്ടുപോകുന്നു. മണിക്കൂറുകൾക്ക് ശേഷം അവരെ മോചിപ്പിക്കുന്നു. എന്തൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഈ പെരിങ്ങമല പഞ്ചായത്ത് ഇന്ന് സാക്ഷ്യം വഹിച്ചത്? അരുൺ, പെരിങ്ങമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടായത്. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തയുടെ കുടുംബാംഗങ്ങളാണ് അവരെ കാണാനുള്ള പരാതിയുമായി പോലീസിലും പഞ്ചായത്ത് ഓഫീസിലും എത്തിയത്. 5 ദിവസം മുമ്പ് ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് കോൺഗ്രസ് നേതാക്കൾ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് വസന്തയുടെ ഭർത്താവിന്റെ പരാതി. വസന്തയുടെ മകളും ഇതേ പരാതിയുമായി രംഗത്ത് വന്നു. തന്നെയും ടൂറിന് പോകാൻ ക്ഷണിച്ചെങ്കിലും താൻ പോയില്ല. പക്ഷേ ടൂറിനാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസം അവരെ തിരികെ കൊണ്ടുവന്നില്ല? വന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കേണ്ടതാണ്, വോട്ട് ചെയ്യില്ലെന്ന് വസന്ത നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്, അവരെ അപായപ്പെടുത്തുമോ എന്ന ആശങ്കയുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ആദ്യം കുടുംബം രംഗത്ത് വന്നത്. എന്നാൽ കുറെ കഴിയുമ്പോൾ വസന്ത 11 മണിയോടുകൂടി വസന്ത പഞ്ചായത്ത് ഓഫീസിൽ എത്തി. കുടുംബത്തിന്റെ ആരോപണം അവരും ശരിവച്ചു. തന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, ടൂറൊന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വസന്തയും പറയുന്നു. തെരഞ്ഞെടുപ്പിൽ ലീഗിന് UDFന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചതിന്റെ പ്രതികാരമാണ് അവരുടെ നടപടി. താൻ ഇനിയും അവർക്കൊപ്പം സഹകരിക്കാനില്ലെന്നും വസന്ത വ്യക്തമാക്കി. അരുൺ, അത്തരമൊരു തീരുമാനം എടുക്കാൻ ഈ വസന്തയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് അവർ ഈ UDFന് വോട്ട് ചെയ്യില്ല എന്ന നിലപാട് സ്വീകരിച്ചത്? ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ചെയ്യില്ല എന്ന
നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന് വസന്ത ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ടോ? പെരിങ്ങമല പഞ്ചായത്ത് ഇടത് വലതു മുന്നണികൾക്ക് തുല്യ ശക്തിയുള്ള പഞ്ചായത്താണെങ്കിലും എണ്ണം നോക്കുമ്പോൾ ഒരു സീറ്റ്, ഒരു അംഗം കൂടുതലാണ് UDF-ന്. നേരത്തെ UDF ആണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നത്. എന്നാൽ ചില അംഗങ്ങൾ UDF കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നതിനെ തുടർന്ന് അവർക്ക് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി. ഇപ്പോഴും 8 UDF 7 LDF എന്ന നിലയിലാണ് പഞ്ചായത്തിലെ ബലാബലം. അതിൽ 8-ൽ 2 പേർ ലീഗ് അംഗങ്ങളാണ്. അതിലൊന്നാണ് വസന്ത. സ്വാഭാവികം വസന്ത കൂടി UDF-നെ വിട്ടാൽ അവരുടെ അംഗബലം വീണ്ടും കുറയും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ജയിക്കാനാകില്ല. നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്ന വസന്തയെ കോൺഗ്രസ് ലീഗ് നിർബന്ധിച്ച് രാജിവെപ്പിച്ചുവെന്നും കുടുംബത്തിന്റെ പരാതിയുണ്ട്. അതിനുശേഷം നസീമ എന്ന മറ്റൊരാളെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം, അതിനെ വസന്ത എതിർത്തു. അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോവുകയും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഏതായാലും CPM-ഉം ഇപ്പോൾ വസന്തയ്ക്ക് അനുകൂലമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPM-ഉം ഏത് വിധേനയും വസന്തയെ സംരക്ഷിക്കും. വസന്ത അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, പക്ഷേ അവരെ ഈ രീതിയിൽ തട്ടിക്കൊണ്ടുപോയി രാഷ്ട്രീയ നാടകം കളിച്ചതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് CPM-ഉം ആവശ്യപ്പെടുന്നുണ്ട്. അരുൺ, എന്തായാലും CPM ഇവർക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് UDF ഈ വിഷയത്തിൽ? UDF-ന്റെ നിലപാട് എന്താണ്? ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോയി എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ UDF നേതൃത്വം ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് മറുപടി നൽകുന്നുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത്, ഇത് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ഒരാളെ തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ പോലീസിന് ഇവർ പരാതി നൽകിയിട്ടുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ അരുൺ? കഴിഞ്ഞ കുറച്ചു നാളുകളായി രാഷ്ട്രീയമായി വലിയ ചർച്ചാ വിഷയമാണ് പെരിങ്ങമല പഞ്ചായത്ത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കൂറുമാറിയതോടുകൂടി പഞ്ചായത്ത് ഭരണം കോൺഗ്രസ് നഷ്ടപ്പെട്ടു. അതിന്റെ പേരിൽ അവിടെ അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ പാലൂട് രവി അധ്യക്ഷസ്ഥാനം രാജിവെക്കാൻ തയ്യാറായതും വലിയ വാർത്തയായിരുന്നു, വലിയ വിവാദമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്താണ് പെരിങ്ങമല. അവിടെ പോലും അത്തരത്തിലൊരു ഭരണം സംരക്ഷിക്കാൻ കഴിയാത്ത പ്രസിഡന്റിനെതിരെ വലിയ വിമർശനം പാർട്ടി ഉയർന്നു വരിക. അദ്ദേഹം രാജ്യസന്നദ്ധ അറിയിക്കുന്നത് പിന്നീട് അദ്ദേഹം നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ഇടപെടൽ കാരണം അത് പിൻവലിച്ചു. എങ്കിലും ഇപ്പോഴും വലിയ തർക്കങ്ങൾ. അതിനുശേഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലം കൂടിയാണ് പെരിങ്ങമല. അവിടെ ഈ പെരിങ്ങമല പഞ്ചായത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ ലീഗ് കോൺഗ്രസ് അംഗങ്ങൾ വലിയ തർക്കമുണ്ടായിരുന്നു. ലീഗ് പ്രതിനിധിക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് വൈകിയെന്നാരോപിച്ച് പഞ്ചായത്ത് കൺവെൻഷനിൽ വലിയ തർക്കമുണ്ടായി, ബഹളമുണ്ടായി. കൺവെൻഷൻ നിർത്തിവെച്ച ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും വീണ്ടും അവിടെ രാഷ്ട്രീയ ചർച്ചകൾ തുടർന്നുമുണ്ടാകും, വലിയ വിവാദങ്ങൾ ഉണ്ടാകും ഉറപ്പായിരിക്കുന്നു. ഇന്ന് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വസന്ത വിട്ടുനിന്നതിനെ തുടർന്ന് മാറ്റിവച്ചിട്ടുണ്ട്. അത് നാളത്തേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാളെ വസന്ത പങ്കെടുത്ത് എതിർത്ത് UDF എതിർത്ത് വോട്ട് ചെയ്താലും അത് UDF-ന്റെ അവിടുത്തെ അംഗബലത്തെ, അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കും, അല്ലെങ്കിൽ അവരുടെ ശക്തി ക്ഷയിപ്പിക്കും. അതുകൊണ്ട് തന്നെ തുടർ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പെരിങ്ങമല പഞ്ചായത്ത് ഇനിയും വേദിയാകും. SC/ST നിയമപ്രകാരം ഇവരെ തട്ടിക്കൊണ്ടുപോയവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമുണ്ട്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ് വസന്ത. അങ്ങനെ അത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയവർക്ക് കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. പോലീസും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചതാണ്. എങ്ങനെ, ആരാണ് വസന്തയെ തട്ടിക്കൊണ്ടുപോയത്, എവിടെയാണ് അവരെ പാർപ്പിച്ചെന്ന കാര്യങ്ങളിലൊക്കെ തുടർ അന്വേഷണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. വ്യക്തമാണ്. BV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇത് രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് വസന്തയും കുടുംബാംഗങ്ങളും ഉന്നയിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് BV അരുൺ സൂചിപ്പിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞ്. ഗോപുനന്ദിലെ വലിയ